പറയൂ. മോനെ ഞാൻ ഫൈസൽ പറഞ്ഞിട്ട് വരിക. ആ ഫൈസൽ പറഞ്ഞിരുന്നു. ഈ കുട്ടിക്കാണോ ഓപ്പറേഷൻ? അതെ. മോൾ എത്രയല്ലേ പഠിക്കണേ? 6. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ ഗുജറാത്തിലൊരു ചെറിയ കമ്പനിയിലാ. ആ. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. ജീവിതം ആകെ കഷ്ടത്തിലാ മോനെ. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. ദേ നിങ്ങൾ അത് കണ്ടോ, അദ്ദേഹമാണ് മഹാനായ ഷൈജു ചിലമ്പിൽ. കേട്ടിട്ടില്ലേ? ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു മഹാൻ. അദ്ദേഹം നിങ്ങളെ സഹായിക്കും. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കോളും കേട്ടോ. ദേ ഇപ്പൊ പോലും അദ്ദേഹം ആരെങ്കിലൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കും. അറിയോ? മോളുടെ ഓപ്പറേഷന്റെ കാര്യമൊക്കെ അദ്ദേഹം നോക്കിക്കോളും കേട്ടോ. ദേ അതാണ് ഷൈജു ചിലമ്പിൽ. ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ? മക്കളെ മേടിച്ചോ. ചിരിക്കല്ലേ 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 ചിരിക്കല്ലേ. ഓക്കെ ഓക്കോ. അപ്പൊ ഇത് ഒരു പോസ്റ്റർ ആക്കിയിട്ടേ കരുണ പറ്റാത്തവർക്ക് അനീക എന്ന് പറഞ്ഞ് എന്റെ GPay നമ്പർ അക്കൗണ്ട് നമ്പർ വെച്ചൊരു പോസ്റ്റർ ആക്കി തരണം കേട്ടാ. ചെയ്തുതരും, ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളാം കേട്ടോ. ഓക്കെ അപ്പം ഓക്കെ. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് തെങ്ങേന്ന് വീണ വിദ്യാർത്ഥിയുടെ മകൻ ബൈജുവേ. നീ ഇവിടെ പോണ്ടായിരുന്നു. എന്നാ നീങ്ങുവാ. വിദ്യാധരന്റെ മകൻ മാറിയേക്ക് അങ്ങോട്ട്. ചേട്ടാ ഈ മോളുടെ ഓപ്പറേഷന്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായി കൊടുക്കണം. ആണോ കൊച്ചിന്റെ ഇത് ആശുപത്രി സാധനം? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഡോക്ടറിന്റെ ചീട്ടൊക്കെ ഉണ്ടല്ലോ. ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായി കൊടുക്കണം. ശരിയാക്കി ഒരു കാര്യം ചെയ്തു. ചേർന്നു കേട്ടോ. ചേർന്നു. മോളത് പിടിച്ചോ മോളെ. ചിരി വരല്ലേ. ഒരു സെക്കൻഡേ. ബൈജുവേ അതെന്നാ നീ ഇപ്പൊ നീ കയറി നിൽക്കുന്നേ? അല്ല ഞാൻ ആഹാ അത് കൊള്ളാലോ. മാറിയില്ല. ഓ ആ ഒരു സെക്കൻഡേ. ഓ ഓക്കെ. വിദ്യാർത്ഥിയുടെ മകൻ തെങ്ങേന്ന് വീണേ. വാ ചേട്ടാ ഇതെങ്ങനെയെങ്കിലും ഏറ്റു. ആ നീ ഏറ്റു ഞാൻ കേട്ടോ. നോക്കിക്കോളാം. വാ എടുത്തോ. ഒരു സെക്കൻഡ്. ഈ കവർ തന്നെ. ബോസ് ഒരു കാര്യം പറയട്ടെ? പറയൂ കുട്ടാ. നമുക്ക് ഇവിടുന്ന് കഴിക്കണോ ബോസ്? പൈസയുണ്ട്, നോ വെറീസ്. അതല്ല ബോസ്. പിന്നെ എന്താണ് കുട്ടാ? പോലീസ് നമ്മൾ അന്വേഷിക്കില്ലേ? അതിന് പോലീസിന് നമ്മൾ അറിയില്ലല്ലോ. ബാംബൂസ്. ആ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇനി വരില്ലെന്ന്. എനിക്ക് വന്നാല് ഒരു ബൈക്കെങ്കിലും ഉണ്ടോ? എങ്കിൽ ഞാൻ വരാം. എന്റെ ഫ്രണ്ട്സ് എല്ലാവരെ കാറിലാ പോകുന്നേ. നമുക്ക് യൂബറിൽ പോവാ പോരെ? താൻ പോടോ. അപ്പോ നീ അന്ന് പറഞ്ഞ ശരിക്കാണല്ലേ? എന്ത്? അല്ല എന്റെ കയ്യില് വണ്ടിയില്ലാത്തോണ്ടാണ് നീ വേറെ ടീംസിന്റെ ഒപ്പം ചുറ്റാൻ പോകുന്നുള്ളത്. ചെലപ്പായിരിക്കും. ചാന്ദിനി പിന്നെ കറങ്ങാൻ പോവാൻ ഞാൻ എന്ത് ചെയ്യും? എന്നെ വേണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞോളൂ ചാന്ദിനി. ഞാൻ പറഞ്ഞല്ലോ. എപ്പോ? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതെ ഇപ്പൊ ആരെങ്കിലും വരും, ഞാൻ പോവാ. എന്നെ തേക്കാണല്ലേ ചാന്ദിനി? എനിക്ക് ബസ്സിൽ പോയി മടുത്തു. ചാന്ദിനി ഞാൻ ബൈക്ക് വാങ്ങും ചാന്ദിനി. അപ്പ തേക്കില്ല. അതുകൊണ്ടാണല്ലേ ഇപ്പൊ എനിക്ക് കൃത്യമായി റീപ്ലൈ തരാത്തത്. അതെ ചാന്ദിനി നമ്മൾ ഒരുമിച്ച് ബസ്സിൽ പോയത് ഓർമ്മയുണ്ടോ ചാന്ദിനി? ശരി, നീ ഇപ്പൊ ബസ്സിൽ പോ, ഞാൻ അകത്തോട്ട് പോട്ടെ. ചാന്ദിനി പിന്നെ ഇനി ഇവിടെ നിൽക്കരുത്. ഞാൻ ബൈക്കും കൊണ്ടുവരാം ചാന്ദിനി. ശരി. ഇനിയിപ്പോ ബൈക്കിലോട്ട് പോവോ? അവിടെ പോയി. ബൈക്ക് വേണം, പൈസ ഉണ്ടാക്കണം. ആരെ കൂടുതൽ തരും പറ്റില്ല.